കഥ തുടരുന്നു. പല്ലവി ഒന്ന് പതറി. കള്ളം കണ്ടുപിടിക്കപ്പെട്ട ഒരു കുട്ടിയുടെ അവസ്ഥയിലായിരുന്നു അപ്പോൾ അവൾ. അമ്മയുടെ മുഖത്തേക്ക് നോക്കാനാവാതെ അവൾ മുഖം കുനിച്ചു. തങ്കം പക്ഷേ മകളിൽ നിന്ന് ദൃഷ്ടികൾ മാറ്റിയില്ല. മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ പല്ലവി മാധവനോടും ഭാനുമതിയോടും പറയുന്ന അവസാന വാചകം മാത്രമാണ് അവർ കേട്ടത്. മോളെ, തങ്കം വിളിച്ചു. തങ്കം പിന്നെയും എന്തോ ചോദിക്കാൻ ഭാവിച്ചപ്പോൾ തൻ്റെ ചുണ്ടുകൾക്ക് മീതെ കൈപ്പടം അമർത്തി അവൾ മിണ്ടരുതെന്നും അച്ഛൻ ഒന്നും കേൾക്കരുതെന്നും ആംഗ്യം കാണിച്ച ശേഷം അമ്മയെ കയ്യാട്ടി വിളിച്ച് അടുക്കളയിലേക്ക് മാറി. തങ്കം മകളുടെ പിന്നാലെ ചെന്നു. മകൾ കയ്യിലിരുന്ന കുപ്പിയുടെ ഭാഗം ഒരിടത്ത് ഭദ്രമായി വയ്ക്കുന്നത് അവർ കണ്ടു. എന്താടി ഇതൊക്കെ? തങ്കത്തിൻ്റെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു. അമ്മ ഇങ്ങോട്ട് മാറി നിൽക്ക്. പല്ലവി ശബ്ദം താഴ്ത്തി. തങ്കം പാതകത്തിൽ ചാരി നിന്നു. അവരോട് അടുത്തു നിന്നിട്ട് പല്ലവി ബാലുവിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. തങ്കം സ്തബ്ധയായി. ദത്തൻ തൻ്റെ മകനെ തല്ലിയെന്ന്. അവർക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു അത്. ഇല്ലായ്മയിലായിരുന്നെങ്കിലും സമാധാനത്തോടെ കഴിയുന്ന കുടുംബമായിരുന്നു തൻ്റേത്. അവിടെ അശാന്തിയുടെ കാറ്റ് നിരന്തരം വീശുകയാണെന്ന് തങ്കം തിരിച്ചറിഞ്ഞു. അവരുടെ ചിന്തയെ മുറിച്ചുകൊണ്ട് പല്ലവി അറിയിച്ചു. അമ്മയായിട്ട് വല്യച്ഛനോടും വല്യമ്മയോടും ഒന്നും ഇത് ചോദിക്കാനും പറയാനും നിൽക്കണ്ട. അത് പിന്നെ അച്ഛന് വലിയ വിഷമമാകും. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അവർക്കായിട്ട് ഇവിടെ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ എന്ത് കഴിക്കുന്നോ അതൊക്കെ അവരും കഴിച്ചാൽ മതി. ഒക്കെ ഞാൻ നോക്കിക്കൊള്ളാം. കണ്ണിമയ്ക്കാതെ തങ്കം മകളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. ഒരു തരം കല്ലിച്ച ഭാവമാണ് ആ മുഖത്ത് കാണാൻ കഴിഞ്ഞത്. എന്തോ തീരുമാനിച്ചുറച്ച പോലെ. തങ്കം, ഗോപിദാസ് വിളിക്കുന്നത് കേട്ടു. തങ്കം ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയി. പല്ലവി അരി കഴുകി അടുപ്പത്തിട്ടു. തേങ്ങ കുറച്ച് പൂളിയെടുത്ത് അടുപ്പിലെ തീക്കനലിനടിയിൽ വെച്ച് ചുട്ടെടുത്തു. സമയം കടന്നുപോയി. സന്ധ്യ വന്നു. തിണ്ണയിൽ തന്നെയായിരുന്നു മാധവനും ഭാനുമതിയും. ഇരുവർക്കും ഓരോ ചായ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്നാൽ പല്ലവിയോട് ചോദിക്കാൻ ഒരു മടി. ദമയന്തിയുടെ വീട്ടിൽ പോയാൽ ചായ കിട്ടും. പക്ഷേ അങ്ങോട്ട് പോകാൻ ഭാനുമതി മടിച്ചു. കാരണം തിരികെ വരുമ്പോൾ പല്ലവി വീട്ടിൽ കയറ്റിയില്ലെങ്കിലോ? ഇവിടമല്ലാതെ ഇനിയൊരു അത്താണി തങ്ങൾക്കില്ലെന്ന് മാധവനും ഭാനുമതിക്കും അറിയാം. ചന്ദ്രിക ഇനി തങ്ങളെ അവിടെ താമസിക്കാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പാണ്. ഇനി അഥവാ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഗൗതവുമായുള്ള വിവാഹത്തിന് പല്ലവി സമ്മതിക്കണം. ഭാനുമതി ചിന്തയോടെ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. വീടിനുള്ളിൽ ടിവിയിൽ ന്യൂസ് ചാനലിൽ നിന്നുള്ള ശബ്ദം കേട്ടു. 8 മണി. പല്ലവി ഗോപിദാസിനും ബാലുവിനും കഞ്ഞിയും ചുട്ടരച്ച ചമ്മന്തിയും നൽകി. ഇരുവരും അത് കഴിച്ചു വന്നപ്പോൾ അവൾ മാധവനെയും ഭാനുമതിയെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ഇരുവരും ഒന്നും മിണ്ടാതെ വന്നിരുന്നു. എന്നാൽ കഞ്ഞിയും ചമ്മന്തിയും കണ്ടപ്പോൾ ഭാനുമതിയുടെ മുഖം ചുളിഞ്ഞു. മറ്റൊന്നും ഇല്ലേ എന്ന ഭാവത്തിൽ അവർ ചുറ്റും നോക്കുന്നത് പല്ലവി കണ്ടില്ലെന്ന് നടിച്ചു. അവസാനം ഒന്നും മിണ്ടാതെ ഇരുവരും കുറച്ച് കഴിച്ച് എഴുന്നേറ്റ് പോയി. ഭാനുമതി കൈ കഴുകുമ്പോൾ പല്ലവി പിറകെ ചെന്നു. വല്യമ്മേ, നിങ്ങൾക്കിപ്പോൾ ആരോഗ്യത്തിന് യാതൊരു കുഴപ്പവുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും കഴിച്ച പാത്രം എടുത്ത് കഴുകി വയ്ക്കണം. അല്ലെങ്കിൽ നാളെ അതേ പാത്രത്തിൽ തന്നെ ഞാൻ വീണ്ടും വിളമ്പി വയ്ക്കും. കവിളത്ത് അടിയേറ്റതുപോലെ ഭാനുമതി നിന്നു. തിരിച്ച് എന്തെങ്കിലും പറയാൻ അവർ മടിച്ചു. അവസാനം പല്ലവിയെ രൂക്ഷമായി നോക്കിയിട്ട് അവർ തിരികെ വന്ന് പാത്രങ്ങൾ എടുത്തുകൊണ്ടുപോയി. ഇത് കുറച്ച് കൂടുതലല്ലേ എന്ന ഭാവത്തിൽ തങ്കം മകൾക്ക് നേരെ ഒരു നോട്ടം അയച്ചു. എന്നാൽ പല്ലവി കണ്ണടച്ചു കാണിച്ചു. ദിവസങ്ങൾ 1-2 കൂടി കഴിഞ്ഞു. ദിനചര്യകൾ പിന്നെയും പഴയപടിയായി. ഗോപിദാസ് വീൽ ചെയറിൽ വീടിൻ്റെ പിൻഭാഗത്ത് പുഞ്ചപ്പാടത്തേക്ക് നോക്കിയിരിക്കും. തങ്കം പോയി കട തുറക്കും. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ പല്ലവിയും പോകും. ഗോപിദാസിനെ ശ്രദ്ധിക്കാനുള്ള ചുമതല ബാലുവിനാണ്. ഒരാഴ്ച കൂടി കഴിയുമ്പോൾ അവനെ +1 ചേർക്കണം. അപ്പോൾ തനിക്ക് ജോലിഭാരം കൂടുമെന്ന് പല്ലവിക്ക് അറിയാം. അച്ഛനെ ഒറ്റയ്ക്കിരുത്തിയിട്ട് ഇനിയൊരു പരീക്ഷണത്തിന് അവൾ ഒരുക്കമല്ലായിരുന്നു. ഇനി താൻ അവിവേകമൊന്നും കാണിക്കില്ലെന്ന് ഗോപിദാസ് ഉറപ്പ് നൽകിയിട്ട് പോലും. മനുഷ്യൻ്റെ മനസ്സാണ്. ഒരു നിമിഷത്തെ വിവേകനഷ്ടം മതി എല്ലാം തകർക്കാൻ. അച്ഛനും അമ്മയുമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാധവനും ഭാനുമതിയും ഗോപിദാസിനെ ഒന്ന് തിരിഞ്ഞു നോക്കുക കൂടിയില്ല. അങ്ങനെ 2 പേർ ആ വീട്ടിലുണ്ടെന്നുള്ളത് മറക്കാൻ ശ്രമിക്കുകയായിരുന്നു പല്ലവി. എന്നാൽ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര ഒരു ചോദ്യചിഹ്നമായി അവളിൽ അവശേഷിക്കുകയാണ്. കമ്മൽ വിറ്റ് കിട്ടിയതിൻ്റെ ബാക്കി പണം കുറേശ്ശെയായി തീരുകയാണ്. അതുകൊണ്ട് തൽക്കാലം എന്തെങ്കിലും തുടങ്ങി വെച്ചേ മതിയാകും. അമ്മേ, നമുക്ക് കുറച്ച് താറാവുകളെ കൂടി വാങ്ങിച്ചാലോ? പക്ഷിപ്പനിയുടെ സീസൺ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. പലയിടങ്ങളിലും താറാവുകളെ ഇറക്കി തുടങ്ങി. കടയിലിരിക്കുമ്പോൾ പല്ലവി തങ്കത്തോട് ആരാഞ്ഞു. വേണ്ട, പെട്ടെന്നായിരുന്നു തങ്കത്തിൻ്റെ മറുപടി. അടുത്ത വർഷം വീണ്ടും പക്ഷിപ്പനി വന്നാലോ? പല്ലവി നിഷേധഭാവത്തിൽ തലയാട്ടി. നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സുകൾ എപ്പോഴാണ് അപകടത്തിൽപ്പെടുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. എന്നാലും ആരെങ്കിലും ബസ്സിൽ കയറാതിരിക്കുമോ? അവളുടെ ന്യായവാദമൊന്നും തങ്കത്തിൻ്റെ മുന്നിൽ വില പോയില്ല. എന്തായാലും ഇനി താറാവ് കൃഷി വേണ്ട. ഒരു കാർ വന്നു കടയ്ക്ക് മുന്നിൽ നിന്നപ്പോൾ അവരുടെ ചർച്ച മുറിഞ്ഞു. കാറിൽ വന്നവർക്ക് മുട്ട വേണമായിരുന്നു, പിന്നെ കരിക്കും. പല്ലവിയാണ് അവർക്ക് കരിക്ക് വെട്ടിക്കൊടുത്തത്. രാത്രി നല്ല നിലാവുണ്ടായിരുന്നു. ചന്ദ്രൻ്റെ തെളിഞ്ഞ മുഖം പുത്തനാറിലെ ചെറിയ ഓളങ്ങളിൽ ചാഞ്ചാടിക്കൊണ്ടിരുന്നു. അത്താഴം കഴിച്ചിട്ട് പല്ലവി തൻ്റെ ഫോണിലെ വാട്സപ്പ് മെസ്സേജുകൾ പരിശോധിക്കുകയായിരുന്നു. മാധവനും ഭാനുമതിയും മുറിക്കുള്ളിൽ കയറി വാതിലടച്ചിരുന്നു.
തങ്കവും ബാലുവും ടി വിയിൽ വന്നുകൊണ്ടിരുന്ന സിനിമ കാണുകയാണ്. പെട്ടെന്ന് പല്ലവിയുടെ ഫോൺ ഇരമ്പി. അവൾ ഡിസ്പ്ലേയിലേക്ക് ശ്രദ്ധിച്ചു. അപരിചിതമായ ഒരു നമ്പർ. എടുക്കണോ വേണ്ടയോ? അവൾ ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. പിന്നെ എടുക്കാൻ തീരുമാനിച്ചു. റിസീവിംഗ് ബട്ടൺ പ്രസ് ചെയ്ത് ഫോൺ കാതിൽ ചേർത്തു. ഹലോ ഹലോ. ഈണത്തിൽ അപ്പുറത്തു നിന്ന് ഒരു പുരുഷ ശബ്ദം വന്നു. പല്ലവി പുരുകൻ ചുളിച്ചു. വളരെ അടുത്ത് പരിചയമുള്ള ഒരാളിനെ പോലെയാണ് അപ്പുറത്തു നിന്നുള്ള സ്വരം. ആരാ? സംശയത്തോടെ അവൾ തിരക്കി. മറുതലയ്ക്കിൽ നിന്ന് അടക്കിയ ചിരി കേട്ടു. ഇത്ര വേഗത്തിൽ മറന്നോ പല്ലവി? ഇനിയും ആരെങ്കിലും ആറ്റിൽ വീണാൽ ഈ പാവപ്പെട്ടവൻ അപ്പോൾ ആ വഴി വരണമെന്നില്ല കേട്ടോ. ഇപ്പോൾ പല്ലവിക്ക് ആ ശബ്ദത്തിൻ്റെ ഉടമയെ മനസ്സിലായി. ശ്രീജിത്ത്. അറിയാതെ അവളുടെ ശരീരത്തു കൂടി ഒരു കുളിരു പാഞ്ഞു. സോറി ചേട്ടാ, എനിക്ക് മനസ്സിലായിരുന്നില്ല, അവൾ അറിയിച്ചു. ഒപ്പം ആശ്ചര്യം പൂണ്ടു. എൻ്റെ നമ്പർ ചേട്ടൻ എങ്ങനെ കിട്ടി? ആവശ്യക്കാരന് ഔചിത്യമില്ലെന്നാണല്ലോ പഴമൊഴി. വീണ്ടും ചിരി. തുടർന്ന് ശ്രീജിത്ത് പറഞ്ഞു. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ തങ്കം ആൻറ്റിയോട് പല്ലവിയുടെ നമ്പർ വാങ്ങിയിരുന്നു. പല്ലവി കേട്ടിരുന്നു. ഫോണിലൂടെ കേൾക്കാൻ നല്ല രസമുണ്ട് ശ്രീജിത്തിൻ്റെ സ്വരം. പല്ലവി, അവൻ വിളിച്ചു. അവൾ മൂളി. എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല ഞാൻ. അവൾ വിക്കി. എന്ത് ചോദിക്കും എന്നായിരിക്കും അല്ലേ? അത് സത്യമാണെന്ന് അവൾ ഓർത്തു. അവൻ്റെ സ്വരം വീണ്ടും കേട്ടു. ഗോപി അങ്കിളിന് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. ഞാൻ വെറുതെ വിളിച്ചതാ. അങ്ങനെ ഇരുന്നപ്പോൾ തൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി. ഒരു വട്ടം കൂടി പല്ലവിയുടെ മേനിയിൽ കുളിർ പാഞ്ഞു. അവൾ അമ്മയെയും ബാലുവിനെയും ഇടം കണ്ണിട്ട് നോക്കി. ഇരുവരും സിനിമയിൽ ലയിച്ചിരിക്കുകയാണ്. പല്ലവി ഫോണുമായി മുറ്റത്തേക്കിറങ്ങി. ചിറയിലെ റോഡിൽ നിലാവ് പരന്നു കിടക്കുന്നു. നേർത്ത കാറ്റും ചെവീടുകളുടെ ശബ്ദവും. ഒറ്റ മനുഷ്യജീവിയെപ്പോലും റോഡിൻ്റെ ഇരുഭാഗത്തും കണ്ടില്ല. അവൾ പതിയെ പുത്തനാറ്റിലേക്ക് കാൽ നീട്ടിയിട്ട് കൽക്കെട്ടിലിരുന്നു. പല്ലവി, വീണ്ടും ശ്രീജിത്ത് വിളിച്ചു. ഇപ്പോഴും അവൾ മൂളി. ഇങ്ങനെ മൂളൽ കേൾക്കാനല്ല ഞാൻ വിളിച്ചത്. അവൻ്റെ ശബ്ദത്തിൽ പരിഭവം. തൻ്റെ ശബ്ദം കേൾക്കാനാ? ഇത്തവണ പല്ലവി ചുണ്ടനക്കി. എന്തിനാ കേൾക്കുന്നത്? അതോ? അപ്പുറത്തൊരു സെക്കൻഡ് മൗനം. തുടർന്ന് ശ്രീജിത്തിൻ്റെ ശബ്ദം വന്നു. നമ്മൾ പാട്ട് കേൾക്കുന്നത് എന്തിനാ? മറ്റെല്ലാം മറക്കാനും മനസ്സിന് ആനന്ദം കിട്ടാനും വേണ്ടിയല്ലേ? അതുപോലെ. പല്ലവിക്ക് നാണം വന്നു. പാട്ടിന് പകരമാണോ എൻ്റെ ശബ്ദം? എന്നെ സംബന്ധിച്ച് അങ്ങനെ തന്നെ. അതെന്താ? സ്വന്തം മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്ക്. ചോദിച്ചു, പക്ഷെ ഉത്തരം കിട്ടുന്നില്ല. അവൾ അടക്കി ചിരിച്ചു. എങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കണം. ഈ രാത്രി മുഴുവൻ ചോദിക്കണം. എന്നിട്ടും ഉത്തരം കിട്ടിയില്ലെങ്കിൽ? അവൻ പകുതിക്ക് നിർത്തി. കിട്ടിയില്ലെങ്കിൽ? നേരത്തെ കുറുമ്പുണ്ടായിരുന്നു പല്ലവിയുടെ ചോദ്യത്തിൽ. ഒപ്പം അനൽപമായ അടക്കിയ ആഹ്ലാദവും. അപ്പോഴും കിട്ടിയില്ലെങ്കിൽ നീയൊരു മന്ദബുദ്ധിയാണെന്ന് ഞാൻ പറയും. പോടാ. അറിയാതെ അങ്ങനെ നാവനക്കിപ്പോയി പല്ലവി. മറുതലയ്ക്കിൽ നിന്ന് ഇത്തിരി ഉച്ചത്തിലുള്ള ചിരി വന്നു. പല്ലവി ചൂളിപ്പോയി. മതി, ഇത്രയും മതി. നിനക്ക് ഉത്തരം കിട്ടിയെന്ന് എനിക്ക് ഉറപ്പായി പല്ലവി. ശ്രീജിത്തിൻ്റെ സ്വരത്തിൽ ആഹ്ലാദം. സോറി കേട്ടോ, ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മനസ്സുകൊണ്ട് അടുപ്പമുള്ളവർ തമ്മിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും. എന്നിട്ടും പല്ലവിയുടെ ജാലിത മാറിയില്ല. അവൾ പെട്ടെന്ന് വിഷയം മാറ്റി. അത്താഴം കഴിച്ചോ? കഴിച്ചു. കുസുമാൻ്റി എന്തിയേ? TV കാണുന്നു. വീണ്ടും ഇരുവർക്കും ഇടയിൽ മൗനം. അല്പം കഴിഞ്ഞപ്പോൾ ശ്രീജിത്ത് പറഞ്ഞു. മറ്റൊരു കാര്യം കൂടി ചോദിക്കാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. എന്താ? അറിയാതെ പല്ലവിയുടെ ഉള്ള് ഒന്ന് തുടിച്ചു. നാളെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല. തങ്കമ്മാൻ്റിയോ? അമ്മയും ഇവിടെ കാണും. എങ്കിൽ ഞാനും അമ്മയും കൂടി നാളെ അങ്ങോട്ടൊന്ന് വരുന്നുണ്ട്. ബുദ്ധിമുട്ടാവില്ലല്ലോ? ഇല്ല. അങ്ങനെ പറഞ്ഞെങ്കിലും അടുത്ത നിമിഷം പല്ലവി ഒന്ന് ഉലഞ്ഞു. തങ്ങളുടെ ഈ സാഹചര്യത്തിൽ. എങ്കിൽ ഗുഡ് നൈറ്റ്. അപ്പുറത്ത് കോൾ മുറിഞ്ഞു. ഫോണും കയ്യിൽ വെച്ച് പുത്തനാറിലേക്ക് നോക്കി പല്ലവി കുറേ നേരം ഇരുന്നു. ആ രാത്രിയിൽ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുറ്റത്ത് സ്ഥലം തീരെ കുറവായതിനാൽ ചിറയിലെ റോഡിൽ നീളത്തിൽ ഒരു പന്തൽ തീർത്തിരുന്നു. അയൽക്കാർ എല്ലാവരും ചേർന്നാണ് അത് നിർമ്മിച്ചത്. അവിടെ കസേരകൾ നിരത്തി മണ്ഡപം ഒരുക്കിയത് മുറ്റത്ത്. തിണ്ണയിൽ വീൽ ചെയറിൽ ഇരിക്കുകയാണ് ഗോപിദാസ്. വിവാഹ പുടവയോ ആഭരണങ്ങളോ അണിഞ്ഞ പല്ലവി അച്ഛൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു. തങ്കം മകളെ കൈപിടിച്ച് വിവാഹ മണ്ഡപത്തിലേക്ക് കയറ്റി. അവിടെ ശ്രീജിത്ത് ഇരിപ്പുണ്ടായിരുന്നു. പൂജാരിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഇരുവരും വിവാഹിതരായി. സദ്യയും കഴിഞ്ഞു. ഇനി വരൻ്റെ വീട്ടിലേക്ക് പുറപ്പെടാനുള്ള സമയമാണ്. പല്ലവി സഹോദരൻ ബാലുവിനെ അടുത്തു വിളിച്ച് അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ബാലു, സമയം കിട്ടുമ്പോഴൊക്കെ ചേച്ചി വരും. അതുവരെ നീ അച്ഛനെ ശ്രദ്ധിച്ചോണം. ബാലു തലയാട്ടി. സഹോദരിയെ പിരിയുന്നതിനുള്ള ദുഃഖം അവൻ്റെ മുഖത്തുണ്ട്. പല്ലവി അച്ഛനോടും അമ്മയോടും അയൽക്കാരോടുമെല്ലാം യാത്ര പറഞ്ഞു. വരനും വധുവിനും പോകാനുള്ള കാർ MC റോഡിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ചിറയിലൂടെ നടന്ന് പാലം കടന്ന് അക്കരെ എത്തണം. പെട്ടെന്നാണ് ശ്രീജിത്ത് അഭിപ്രായപ്പെട്ടത്. എനിക്കൊരാഗ്രഹം, പല്ലവിയുടെ കൊതുമ്പ് വെള്ളത്തിൽ അക്കരയ്ക്ക് പോകണമെന്ന്. കേട്ടു നിന്നവർ ചിരിച്ചു. ചിലർ പ്രോത്സാഹിപ്പിച്ചു. അതൊരു പുതുമയുള്ള കാര്യമാണ്, ചെക്കനെ പെണ്ണ് തോണിയിൽ കൊണ്ടുപോകുന്നത്. പല്ലവിക്ക് നാണം വന്നു. അവൾ ശ്രീജിത്തിനെ നോക്കി. കുസൃതി ചിരിയോടെ നിൽക്കുകയാണ് അവൻ.
അതിൽ യാതൊരു കുറച്ചിലും വിചാരിക്കേണ്ട മോളെ. ശ്രീജിത്തിൻ്റെ അമ്മ കുസുമവും അതിനോട് അനുകൂലിച്ചു. അവൻ്റെ ആഗ്രഹമല്ലേ, അത് തന്നെ നടക്കട്ടെ. പിന്നെ പല്ലവിക്ക് ചിന്തിക്കാനൊന്നുമില്ലായിരുന്നു. അവൾ ശ്രീജിത്തിനെ കൈപ്പിടിച്ച് വള്ളത്തിൽ കയറ്റി. ബാലു കുറ്റിയിൽ നിന്ന് വള്ളത്തിൻ്റെ കയർ അഴിച്ചുവിട്ടു. മുറുക്കി പിടിച്ചിരിക്കണേ, ശ്രീജിത്തിനോട് പതുക്കെ പറഞ്ഞിട്ട് പല്ലവി തുഴ കയ്യിലെടുത്തു. വെള്ളത്തിൽ തുഴ കുത്തി പിന്നോട്ട് തള്ളി. കടയിൽ നിന്ന് ആളുകൾ കൈയടിച്ചു. വരൻ്റെ ബന്ധുക്കൾ ചിറയിലൂടെ അക്കരയ്ക്ക് നടന്നു. വള്ളം പുത്തനാറിൻ്റെ ഏറ്റവും മധ്യത്തിലെത്തി. അടുത്ത നിമിഷം അതുവരെ ആറ്റിൽ ഉണ്ടാകാതെയിരുന്ന ഒരു പ്രതിഭാസം സംഭവിച്ചു. നിശ്ചലമായി കിടന്നിരുന്ന ജലം പെട്ടെന്ന് ഓളങ്ങൾ കൊണ്ട് നിറഞ്ഞു. വള്ളത്തിനു ചുറ്റും ഒരു ചുഴി രൂപപ്പെട്ടു. ചൂണ്ടയിൽ കുരുങ്ങിയ ഒരു കൊമ്പൻ സ്രാവ് കടലിൽ വള്ളത്തെ വട്ടം കറക്കുന്നത് പോലെ ആ കൊച്ചു തോണി കറങ്ങുവാൻ തുടങ്ങി. ചുറ്റും വെള്ളം ഉയർന്നു തെറിച്ചു. ശ്രീജിത്ത് നിലവിളിച്ചു. വള്ളപ്പടികളിൽ അവൻ അള്ളിപ്പിടിച്ചു. പല്ലവി എത്രയൊക്കെ ശ്രമിച്ചിട്ടും വള്ളത്തെ നിയന്ത്രിക്കാനോ ആ ചുഴിയുടെ പുറത്ത് എത്തിക്കാനോ കഴിയുന്നില്ല. വള്ളത്തിൻ്റെ കറക്കത്തിന് അനുനിമിഷം വേഗത വർദ്ധിക്കുകയാണ്. ഇപ്പോൾ അതൊരു പമ്പരം പോലെ തോന്നും. കരയിൽ നിൽക്കുന്നവരുടെ നിലവിളി കേൾക്കുന്നുണ്ട് പല്ലവി. പക്ഷേ അവൾ നിസ്സഹായത ആയിരുന്നു. പെട്ടെന്ന് പല്ലവി ഇരുന്ന ഭാഗം അല്പം ഉയർന്നു. ഒപ്പം വെള്ളം എടുത്തടിക്കുന്നത് പോലെ ഒരു വശം ചരിഞ്ഞു ചുഴിക്കുള്ളിൽ പതിച്ചു. ജിത്തേട്ടാ, അവളുടെ നിലവിളി പകുതിക്ക് മുറിഞ്ഞു. അപ്പോഴേക്കും അവനും അവളും നദിയിൽ വീണിരുന്നു. ഇരുവരുടെയും മൂക്കിലും വായിലും വെള്ളം അടിച്ചു കയറി. കയ്യെത്തുന്ന അകലത്തിൽ അവൾ ശ്രീജിത്തിനെ കണ്ടു. എനിക്ക് നീന്തൽ അറിയില്ല പല്ലവി, അവൻ്റെ വിലാപം. പല്ലവി കൈനീട്ടി അവനെ പിടിച്ചു. പരാക്രമത്തിൽ അവൻ അവളെ ചുറ്റിപ്പിടിച്ചു മുറുക്കി. പല്ലവിക്ക് കൈകൾ കൊണ്ട് തുഴഞ്ഞുയരുവാൻ പറ്റാത്ത അവസ്ഥയായി. അവനും അവളും ആറ്റിൻ്റെ അടിത്തട്ടിലേക്ക് താഴുകയാണ്. ഇരുവർക്കും ശ്വാസം വിലങ്ങി. താൻ മരിക്കാൻ പോവുകയാണെന്ന് പല്ലവി അറിഞ്ഞു. അച്ഛനമ്മമാരുടെയും ബാലുവിൻ്റെയും മുഖങ്ങൾ ഒറ്റത്തവണ അവളുടെ മനസ്സിൽ മിന്നി. പ്രാണവായുവിൻ്റെ അവസാനത്തെ കണികയും കുമിളകളായി അവളുടെ വായിൽ നിന്ന് പുറത്തു ചാടി. ഹൃദയം വീർത്ത് പൊട്ടിപ്പിളരുന്ന അനുഭവം. അവസാനമായി എന്നവണ്ണം അവൾ ശ്രീജിത്തിനെ നോക്കി. അവൻ്റെ വായ് തുറന്നിരിക്കുന്നതും കണ്ണുകൾ തുറച്ചു നിൽക്കുന്നതും മുടികളിൽ വെള്ളത്തിൽ ഇളകുന്നതും കണ്ടു. അവൻ മരിച്ചു. പല്ലവി ശക്തമായി ഒന്ന് വെട്ടിപ്പിടഞ്ഞു. പെട്ടെന്ന്, മോളെ പല്ലവി, ഇതെന്തൊരു ഉറക്കമാടി? ഒരു ചോദ്യം. പല്ലവി കണ്ണുകൾ തുറന്നു. തൻ്റെ അരികിൽ കുനിഞ്ഞു നിൽക്കുന്നു അമ്മ. താൻ മരിച്ചില്ലേ? പരിഭ്രമത്തോടെ അവൾ ചുറ്റും നോക്കി. വീട്ടിലാണ് താൻ. തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ സൂര്യകിരണങ്ങൾ അകത്തേക്ക് അരിച്ചു കയറുന്നു. പല്ലവി ശ്വാസം വലിച്ചു വിട്ടു. കണ്ടതും അനുഭവിച്ചതുമൊക്കെ സ്വപ്നമായിരുന്നോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല. കിടക്കയിൽ കൈകുത്തി അവൾ എഴുന്നേറ്റിരുന്നു. ഹൃദയത്തിലെ താളത്തിൻ്റെ വേഗത അപ്പോഴും കുറഞ്ഞിരുന്നില്ല. അവൾ തങ്കത്തെ നോക്കി. തങ്കം പറഞ്ഞു, പല തവണ ഞാൻ വന്നു നോക്കി. നീ ഭയങ്കര ഉറക്കം. ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും കരുതി. സമയം 7:30 കഴിഞ്ഞു കേട്ടോ. ഞാൻ കടയിലേക്ക് ചെല്ലട്ടെ. ഞാൻ കൊണ്ടുവിടാം. പല്ലവി പെട്ടെന്ന് മുടി വാരിക്കെട്ടി. അലുമിനിയം ബക്കറ്റിൽ നിന്ന് വെള്ളമെടുത്ത് മുഖം കഴുകി. അമ്മയെയും കൊണ്ട് അക്കരയ്ക്ക് തുഴയുമ്പോൾ പേടിയോടെ അവൾ പുത്തനാറിൽ അങ്ങിങ്ങ് ശ്രദ്ധിച്ചു. പൊടുന്നനെയാണ് ശ്രീജിത്ത് വിളിച്ച കാര്യം അവൾ ഓർത്തത്. അയാളും അമ്മയും ഇന്ന് വരും. തങ്കത്തോട് എങ്ങനെ കാര്യം അവതരിപ്പിക്കുക എന്നതായി അവളുടെ ആശങ്ക. പക്ഷേ പറയാതിരുന്നാൽ ശരിയാവില്ല. വള്ളം അക്കരയെത്തി. തങ്കം അതിൽ നിന്നിറങ്ങി. അമ്മേ, പെട്ടെന്ന് പല്ലവി വിളിച്ചു. തങ്കം തിരിഞ്ഞു നോക്കി. പല്ലവിയും വള്ളത്തിൽ നിന്നിറങ്ങി. ഇനി കട തുറക്കാൻ അമ്മയെ സഹായിച്ചിട്ടേ അവൾ മടങ്ങും. അമ്മ, ശ്രീജിത്ത് ചേട്ടന് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിരുന്നോ? തങ്കത്തിനൊപ്പം അവളും റോഡിൽ കയറി. മുന്നിലൂടെ ഒരു ടോറസ് ലോറി റോഡ് വലിച്ചു കീറുന്ന ഒച്ചയിൽ പാഞ്ഞുപോയി. കൊടുത്തു. ഇപ്പോഴെന്ത് പറ്റി? തങ്കം പുരുകം ചുളിച്ചു. ആ ചേട്ടൻ ഇന്നലെ വിളിച്ചിരുന്നു. എന്നിട്ട്? അയാളും അമ്മയും കൂടി ഇന്നിങ്ങോട്ട് വരുന്നുണ്ടെന്ന്. തങ്കത്തിൻ്റെ കണ്ണുകൾ ചെറുതായി. എന്തിന്? അച്ഛനെ കാണാനായിരിക്കും. അല്ലാതൊന്നും പറഞ്ഞില്ല. ഒരൊഴുക്കമട്ടിലായിരുന്നു പല്ലവിയുടെ മറുപടി. എന്നിട്ട് നീ ഇപ്പോഴാണോ പറയുന്നത്? ഞാനങ്ങ് മറന്നുപോയി അമ്മേ. തങ്കത്തിൻ്റെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങി അവൾ കടയുടെ പൂട്ട് തുറന്നു. ഷോ, അവർ വരുമ്പോൾ വല്ലതും കൊടുക്കണ്ടേ? ആ ചെറുക്കൻ നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുള്ളതല്ലേ? തങ്കം പിറുപിറുത്തു. ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും ബാലുവിനെ വിട്ട് വാങ്ങിപ്പിക്കാം. പല്ലവി കടയുടെ പലകകൾ ഒന്നായി ഊരിമാറ്റി. എപ്പോഴാ അവർ വരുന്നതെന്നോ മറ്റോ പറഞ്ഞോടി. തങ്കം കസേരകളെടുത്ത് പുറത്തിട്ടു. ഇല്ല. എങ്കിൽ വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഓ, പല്ലവി മടങ്ങി. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഊറി നിൽക്കുന്നുണ്ടായിരുന്നു. സമയം ഉച്ചയായി. ബാലു ആറ്റിൽ നിന്ന് കുറച്ച് മീനിനെ ചൂണ്ടയിട്ട് പിടിച്ചിരുന്നു. പല്ലവി തേങ്ങയരച്ച് ചേർത്ത് അത് കറിയാക്കി. ചോറിൽ ഒഴിച്ചു കറിക്കാൻ വേറെ കറിയൊന്നും വേണ്ടല്ല എന്ന് അവൾ വിചാരിക്കുകയും ചെയ്തു. മാധവനും ഭാനുമതിക്കും ഭക്ഷണം നൽകിയിട്ട് അവൾ തങ്കത്തിനുള്ളതുമായി അക്കരയ്ക്ക് പോയി. മടങ്ങി വന്നു കഴിഞ്ഞാണ് ഗോപിദാസിനും ബാലുവിനും വിളമ്പിയത്. ഗോപിദാസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല്ലവി ശ്രീജിത്തും അമ്മയും വരുന്ന കാര്യം അയാളോട് സൂചിപ്പിച്ചു. നല്ല സ്നേഹമുള്ള കൂട്ടര അല്ലേ മോളെ? നിഷ്കളങ്കമായിരുന്നു ഗോപിദാസിൻ്റെ ചോദ്യം. ആണെന്ന് തോന്നുന്നു, പല്ലവി പറഞ്ഞൊഴിഞ്ഞു. ശേഷം അവളും ആഹാരം കഴിച്ചു. പാത്രങ്ങൾ കഴുകി വച്ചിട്ട് പുരയുടെ ഉൾഭാഗവും തിണ്ണയും തൂത്ത് വൃത്തിയാക്കിയിട്ടു.
തുടർന്ന് വേഗത്തിൽ കുളിച്ച് ഉള്ളതിൽ നല്ല വസ്ത്രങ്ങൾ ധരിച്ചു. നെറ്റിയിൽ ഒരു വലിയ പൊട്ടുമിട്ടു. അത് ശ്രദ്ധിച്ചിട്ട് ബാലു തിരക്കി, ചേച്ചി എവിടെയെങ്കിലും പോകുകയാണോ? അല്ലടാ, എന്താ? അല്ല, ഒരുക്കം കണ്ടിട്ട് ചോദിച്ചതാ. മറ്റു തുണിയൊക്കെ മുഷിഞ്ഞു കിടക്കുക, അവൾ കള്ളം പറഞ്ഞു. ഇടയ്ക്ക് സൂത്രത്തിൽ ചിറയിലിറങ്ങി നോക്കും. ശ്രീജിത്തും അമ്മയും വരുന്നുണ്ടോ? ഒരു ബുള്ളറ്റ് ബൈക്കിൻ്റെ ശബ്ദത്തിന് അവൾ കാതോർത്തു. ഇതിനിടെ ബാലുവിനെ വിട്ട് കുറച്ച് ബേക്കറി സാധനങ്ങൾ വാങ്ങിപ്പിച്ചു. അപ്പോൾ ബാലുവിന് പിന്നെയും സംശയം. ഇതിവിടെ പതിവില്ലാത്തതാണല്ലോ ചേച്ചി. എന്താ, ആരെങ്കിലും വിരുന്നുകാർ വരുന്നുണ്ടോ? ഇനി അവനിൽ നിന്ന് മറിച്ചിട്ട് കാര്യമില്ലെന്ന് പല്ലവിക്ക് തോന്നി. ആ, അവൾ ചുണ്ടനക്കി. അന്ന് അച്ഛനെ ആറ്റിൽ നിന്ന് രക്ഷിക്കാൻ ഈ വഴി വന്ന ഒരു ചേട്ടൻ സഹായിച്ചില്ലേ? അയാളും അമ്മയും കൂടി വരുന്നുണ്ട് അച്ഛനെ കാണാൻ. അച്ഛനെ കാണാൻ തന്നെയാണോ? ബാലു തലചരിച്ച് അവളെ ശ്രദ്ധിച്ചു. പിന്നെ ആരെ കാണാനാടാ? പല്ലവി കണ്ണുരുട്ടി. ബാലു തലയാട്ടിക്കൊണ്ട് ഈണത്തിൽ ഒന്ന് മൂളി. സമയം 3:30 കഴിഞ്ഞു. ശ്രീജിത്തോ അമ്മയോ വന്നില്ല. പല്ലവിക്ക് വല്ലാത്ത നിരാശയായി. ഇനി വരില്ലേ? തന്നെ പറഞ്ഞ് പറ്റിച്ചതാണോ? ഇന്നലെ അയാൾ ഇങ്ങോട്ട് വിളിച്ച നമ്പർ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട്. വരുമോ എന്ന് ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട. പെട്ടെന്ന് തന്നെ അവൾ ആ ചിന്ത ഒഴിവാക്കി. വരുന്നെങ്കിൽ വരട്ടെ. അരമണിക്കൂർ കൂടി കഴിഞ്ഞു. പെട്ടെന്ന് ബാലു പല്ലവിയുടെ അടുത്ത് വന്നു. ചേച്ചി, അപ്പുറത്തെ മറപ്പുര ഭാർഗവനെങ്കിൽ വരുന്നു. പല്ലവി തിണ്ണയിലേക്ക് ഇറങ്ങി. ക്ഷീണിച്ച അവശനായ മട്ടിൽ ചിറയിലൂടെ വരുന്നുണ്ടായിരുന്നു ഭാർഗവൻ. റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ജയിൽ മോചിതനായി കാണും, പല്ലവി കരുതി. താൻ അയാളെ കുരുക്കിയ കാര്യം പല്ലവി ഓർത്തു. കുളിപ്പുരയിൽ ക്യാമറ വച്ചവന് ഇങ്ങനെ തന്നെ വേണം. ഭാർഗവൻ പല്ലവിയുടെ വീടിന് മുന്നിലെത്തി. ചേട്ടൻ വരുന്ന വഴിയാണോ? പല്ലവി വിളിച്ചു ചോദിച്ചു. ഭാർഗവൻ തിരിഞ്ഞു നോക്കി, ഒരു ഉത്തരം വിളർച്ചയോടെ. പക്ഷേ ഒന്നും പറയാതെ വേഗം തടികേറ്റ് തുറന്ന് സ്വന്തം വീടിന് നേർക്ക് പോയി. പല്ലവി അവിടെ തന്നെ നിന്നു. ഭാർഗവൻ വാതിൽ തട്ടുന്നതും ദമയന്തി തുറക്കുന്നതും പിറകോട്ട് മാറുന്നതും അവൾ കണ്ടു. വാതിൽ പെട്ടെന്നടഞ്ഞു. പിന്നെ കേൾക്കുന്നത് ദമയന്തിയുടെ നെഞ്ചത്തടിച്ചുകൊണ്ടുള്ള വിലാപം. നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങോട്ട് വന്നത്? എങ്ങോട്ടെങ്കിലും പോയിക്കൂടായിരുന്നോ? വെറുതെ മനുഷ്യരെ നാണം കെടുത്താതെ. അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി തല വെച്ചുകൂടായിരുന്നോ? ഭാർഗവൻ്റെ മറുപടിയൊന്നും പുറത്ത് കേട്ടില്ല. അല്പം കഴിഞ്ഞ് ദമയന്തിയുടെ നിലവിളിയൊച്ചയും കേൾക്കാതെയായി. മുറിക്കുള്ളിൽ തൻ്റെ ഫോൺ ശബ്ദിക്കുന്നത് കേട്ട് തിടുക്കത്തിൽ പല്ലവി അങ്ങോട്ട് ചെന്നു. ശ്രീജിത്തായിരിക്കും വിളിക്കുന്നത് എന്ന് കരുതി എടുത്തു നോക്കിയപ്പോൾ തങ്കമാണ്. അവൾ അറ്റൻഡ് ചെയ്തു. എന്താ അമ്മേ? അവർ വന്നില്ലേ മോളെ? ഇല്ല. എങ്കിൽ ഇന്നിനി വരത്തില്ലായിരിക്കും. ആർക്കറിയാം? പല്ലവി അസ്വസ്ഥതയോടെ കോൾ മുറിച്ചു. പിന്നെ തോന്നി അങ്ങനെ ചെയ്യണ്ടായിരുന്നുവെന്ന്. അമ്മ എന്ത് വിചാരിച്ചു കാണും? ഏതാനും മിനിറ്റുകൾ കൂടി കഴിഞ്ഞു. പൊടുന്നനെ ചിറയിലൂടെ വരുന്ന ഒരു ബുള്ളറ്റ് ബൈക്കിൻ്റെ ശബ്ദം. അത് നദിക്കരയിൽ പ്രതിധ്വനിച്ചു. സന്തോഷത്താൽ പല്ലവിയുടെ ഹൃദയം താളം മുറുകി. കഥ തുടരും.